ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഒരു മനോഹരമായ ഇലവീഴ പൂഞ്ചിറ എന്നൊരു പ്ലേസിലേക്കാണ്. നമ്മുടെ ഇന്നത്തെ റൈഡിൽ 3 ബൈക്കിലായിട്ട് 6 പേരാണുള്ളത്. ഇതിൽ എൻ്റെ ഒരു അപ്പാച്ചി RTR 160 അതുപോലെ തന്നെ ഡൊമിനർ 250 പിന്നെ ഒരു പൾസർ 180 ആണുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഓഫ് റോഡിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ വലിയൊരു ഓഫ് റോഡായി തോന്നുന്നില്ല. ഏതായാലും സാധാ എല്ലാ വണ്ടികളും പോകാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ഓഫ് റോഡ് മാത്രം. നമ്മളെ കൂടെ വന്ന ബാക്കി 4 ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെ ഒരു തട്ടുകടയുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാകാം ബാക്കി യാത്ര. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടെ നല്ലൊരു തട്ടുകടയുള്ളതുകൊണ്ട് അവിടെ നിന്ന് നല്ലൊരു ബ്രെഡ് ഓംപ്ലേറ്റെല്ലാം കഴിച്ച് ഇനി നമുക്ക് ഓഫ് റോഡ് അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങാം. അപ്പോൾ വലിയൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഇങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളതിലൊരാൾ ആദ്യം ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവൻ പറയുന്നത് വലിയ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, വണ്ടി മുകളിൽ വരെ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിനി മുന്നോട്ടുള്ള യാത്ര നോക്കാം എങ്ങനെ ഉണ്ടാകും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ. ഇപ്പം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഉരുളൻ കല്ലുകൾ മാത്രം ഉള്ളത് കൊണ്ട് വണ്ടി ഏകദേശം സ്മൂത്തായി കയറി പോകുന്നുണ്ട്. ഒന്നാമത് മഴ സീസൺ ആയതുകൊണ്ട് ചടിയൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി നിരങ്ങി കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഏതായാലും മുന്നോട്ടുള്ള യാത്രയിൽ നോക്കാം എന്തെല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ടാകുമെന്നുള്ള. ഇവിടത്തേക്ക് കയറി വരാൻ 2 വഴികളുണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മൾ വന്ന വഴിയും ഒന്ന് ഇവിടെ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴിയും. നേരെയുള്ള വഴി പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്താം. ഏതായാലും നമുക്ക് മുകളിലേക്ക് തന്നെ കയറാം. അങ്ങനെ മുകളിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടത്. അവിടെ കുളം കാണുന്നുണ്ട്. ഈ പറയുന്ന മുകളിൽ കയറാൻ പറ്റും. നല്ല കോട കയറുന്നുണ്ട്. നല്ല കട്ട കോട കയറുന്നുണ്ട്. ഭയങ്കര കാറ്റാ. അവിടെ കുറേ ജീപ്പ് ആൾക്കാരുണ്ട് വന്നിട്ട്. ഇവിടെ ജീപ്പ് അടിക്കുന്ന ആൾ കിട്ടാൻ നല്ല പ്ലേസ്. ഞങ്ങളെ സൈഡിൽ കണ്ടൊരു പാറയുടെ മുകളിൽ നമ്മൾ കയറി നിന്നിട്ടുണ്ട്. നല്ലൊരു വ്യൂ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കുളവും കാര്യങ്ങളും താഴോട്ടുള്ള ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങ് കാണുന്ന മലേൻ്റെ മുകളിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ്. പിന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ നമ്മളുള്ളത്.
കോട അടിച്ച് കയറുന്നുണ്ട്. പെട്ടെന്ന് ക്ലൈമറ്റിൻ്റെ മാറ്റം. നമ്മൾ വൈകുന്നേരം കോടയോ കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്യുമ്പോഴേക്ക് തന്നെ ഫുള്ളായിട്ട് കോട ഇറങ്ങി. നേരത്തെ കണ്ട സ്ഥലം അതേ സ്ഥലം തന്നെ. ഒരു രക്ഷയില്ല, ഭയങ്കര കാറ്റ്. നമുക്കിത് ഒരാൾ കിട്ടിയിട്ടുണ്ട്. താഴേന്ന് കയറി വരുമ്പോൾ വന്നതാ. നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് വ്യൂ പോയിന്റിലേക്ക് വരാനും കുറച്ചൊരു ഓഫ് റോഡ് ഉണ്ട്. പോലീസ് വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ പോലീസ് പ്രശ്നമൊന്നുമില്ല. എന്തായാലും കുറച്ചുകൂടി മുകളിലേക്ക് കാണാനുണ്ടെന്ന് പറഞ്ഞ് കയറി നോക്കാം. വണ്ടി എടുത്തിട്ട് മുന്നേ പോയിട്ടുണ്ട്. ഭയങ്കര ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് വ്യൂ പോയിന്റ് വരുന്നത്. പക്ഷേ ഈ ടൈം പോയിട്ട് ഏതായാലും വ്യൂ കാണാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ഫുള്ള് കോട മൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും പോയി നോക്കാം, എന്താ അവസ്ഥ എന്നറിയില്ല. നമ്മളെന്തായാലും പോവാം. വണ്ടി സ്പീഡ് പോകാൻ പോലെ കാലെത്തുമ്പോ പേടിയാവുകയും ചെയ്യുന്നു. ക്ലച്ച് ശരിക്കും പിടിക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് കൂടി വന്നില്ല, അവിടെ നല്ലോണം കയറി. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റ്. ഇതിൻ്റെ മുകളിൽ ഒരു പോലീസ് വയർലെസ് സ്റ്റേഷനുണ്ട്. ഒരു രക്ഷയില്ല. മഴ പെയ്തതിന് ശേഷം പിന്നെ കോട ഇറങ്ങിയിട്ടേയില്ല. ഭയങ്കര കോട തന്നെ. കൂടെ മാറിപ്പോകുന്നുമില്ല. ആ വയർലെസ് സ്റ്റേഷൻ്റെ സൈഡിലുള്ള വഴിയിലാണ് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. അവിടെ നോക്കി നമുക്ക് ഡാം വ്യൂ അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളേതായാലും ഈ ടോപ്പിൽ നിന്ന് എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു.
എന്തായാലും ഇറങ്ങി പോകാനൊന്നൊരു മനസ്സില്ല. അത്രയ്ക്ക് കോടയും കാര്യങ്ങളും ഒരു വൈബ് തന്നെ. എന്തായാലും ഇറങ്ങിയാലേ പറ്റൂ. നമ്മളിപ്പോൾ കയറിപ്പോയി ഈ വഴി വാഹന ഗതാഗതം നിരോധിച്ചൊരു വഴിയാണ്. നമ്മളിപ്പോൾ ആണ് അറിയുന്നത്. ഒരു ജീപ്പ് ഡ്രൈവറെ കൊണ്ടുവരാൻ അത് അറിഞ്ഞത്. നമ്മളേതായാലും മുകളിൽ വണ്ടി കയറി. ഇനി വരുന്ന ആൾക്കാർ ഏതായാലും വണ്ടി കയറ്റാണ്ടിരിക്കാൻ ശ്രമിക്കും. സൈഡിലോട്ട് അയച്ചോ. ഒരു രക്ഷയില്ല, അടിപൊളി പ്ലേസ് തന്നെ. എന്തായാലും എല്ലാവരും ഒരിക്കലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി പ്ലേസാണ്. ടെൻ്റെ കാര്യങ്ങളെല്ലാം അടിക്കുക, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ കല്ലാണ്ട് ഇറക്ക സീനില്ല, അതത്ര ഗ്രിപ്പ് കിട്ടും. അതുപോലെ തന്നെ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു അടിപൊളി പ്ലേസ് എന്ന് തന്നെ പറയാം. എങ്ങനെയാലും ഒരിക്കൽ വന്ന് വിസിറ്റ് ചെയ്യേണ്ട അടിപൊളി പ്ലേസ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറ്റിപ്പോയ എല്ലാ ഓഫ് റോഡും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നതാണ്. നല്ലൊരു വൈബ്, നല്ലൊരു ഫ്രെയിമും. അങ്ങനെ ഒരു ജീപ്പ്, ഓഫ് റോഡ് ജീപ്പ് കയറി വരുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ലതുണ്ട്. അപ്പുറത്തോട്ട് ചോദിച്ചാൽ അല്ലേ? കുറച്ച് ആൾക്കാർ വണ്ടി വെച്ച് നടക്കേണ്ട പ്ലാനിലുള്ള. അങ്ങനെ നമ്മൾ ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് താരട്ട റോഡിൽ എത്തിയിട്ടുണ്ട്. താരട്ട റോഡ് ഏകദേശം ഓഫ് റോഡ് പോലെ തന്നെയാണ്. നമ്മളങ്ങോട്ടേക്ക് കയറിപ്പോയ വഴികളാണിത്. തിരിച്ചു വരുമ്പോഴേക്കും മുഴുവനായി കോട ഇറങ്ങി. ഒരു രക്ഷയില്ല, ഭയങ്കര കോട. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഈ ടൈമാണ് ഈ കോട ഇറങ്ങിയിട്ടുള്ളത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഭയങ്കര കോടയായിരിക്കും. നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് വണ്ടി എടുത്ത് പോകാൻ. ഒരു രക്ഷയില്ല, പൊളി തന്നെ പൊളി. കോട മൂടിയ ഏർപ്പിൻ വളവിലൂടെ എല്ലാം നമ്മൾ എന്തായാലും ഇറങ്ങി. എന്തായാലും ഇപ്പോൾ നാട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാഞ്ഞാറിനടുത്തുള്ള കോട്ടയം ജില്ലയിലെ ഒരു മേലൂർക്കാവ് എന്നൊരു ഗ്രാമത്തിലാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്ലേസിലേക്ക് വരാൻ തീരുമാനിക്കുന്നവർ വഴി അറിയില്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള വഴി കാണിച്ചു തരുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. ഇന്നത്തെ റൈഡ് ഏതായാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. എന്തായാലും വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.